ഹലോ ഗായ്സ്, ഈ വീക്കെൻഡിൽ നമ്മൾ പോകുന്നതാണ് ഗ്ലോബൽ വില്ലേജ്. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്ന ജനങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരും ഉണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇറങ്ങാൻ ചെയ്യാം. അതെ, പിന്നെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് കൊടുന്ന ഒരു അണ്ണാച്ചും കൂടെ ഉണ്ട് ഞങ്ങളെ കൂടെ, മിസ്റ്റർ ശ്രീഗുരു. പിന്നെ കീരപ്പ, കുറേ കാലത്തിന് ശേഷം കീരപ്പ ഉണ്ട്. പിന്നെ മാനു, ശ്യാമ്, നമ്മളെ ശരത്ത്, മാഷ്, മോണി. അപ്പോൾ എല്ലാവരും ഉണ്ട് ഗായ്സ്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന സ്റ്റാർട്ടിങ്ങുള്ള വീഡിയോ ആണ്. എല്ലാവരും വ്യൂവേഴ്സ് കൂടുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ കൂടെ ഒന്ന് വെക്കുക, ബെല്ലൈക്കൺ അമർത്തിക്കോളി. അതും കൂടെ വെച്ച് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് വ്ളോഗർ ഇന്നങ്ങോട്ട് പൊന്തിക്കുക ഗൈസ്. ഓക്കെ, അതെ, ഇവൻ തരും ഗിവ് അവേ. ഓക്കെ, അതെ, ഞങ്ങൾക്ക് വ്യൂസ് വരുന്നുണ്ട്. അതേമാതിരി എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഷെറീനും ടീംസും വെയിറ്റ് ചെയ്യുന്നുണ്ട് മെട്രോയിൽ. അതും കൂടെ സെറ്റാക്കിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്ന വീഡിയോ എല്ലാവരും കാണുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ പോകുന്നത് സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. ആദ്യം മെട്രോക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന് പോവാണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? വെതർ നല്ല വെതറാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. അല്ല, അതിനെക്കാട്ടി ഷാം എടുത്ത് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ശരി, വന്നോണ്ടിരിക്കുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് നിന്റെ പേര് നിന്റെ കൂടെ പറയിപ്പിച്ചത്. ഓക്കെ, അവര് ചാനൽ ഇത് കിട്ടിക്കോട്ടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇവിടെ എക്സിറ്റ് ആയി. കാരണം ബസ്സിന് പോകുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞപ്പം ഇവിടുന്ന് ബസ്സിന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് മെട്രോ ഞങ്ങൾ സലാഹുദ്ദീനിൽ നിന്ന് കയറി പഞ്ചോട്ട് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് പോയാൽ കുറച്ചും കൂടെ സമയം ലാഭിക്കും അല്ലേ, എല്ലാവർക്കും സീറ്റും കിട്ടും. അതാണ് പറയുന്നത്. പാണ്ടിപ്പടല്ലേ ബാസി ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ് ഇവിടുന്ന് കയറുന്ന തന്നെയായിരുന്നു നല്ലത്, കാരണം ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. ഓക്കെ, ഈ ബസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം മോഡേൺ ഫെസിലിറ്റീസൊക്കെ ഉള്ള ബസ്സാണ്. കണ്ട, ചാർജിങ് പോയിന്റ് ഉണ്ട് ഇവിടെ. മാസിന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ബസ്സിലും നമ്മൾ നാട്ടിലൊക്കെ ബസ്സിൽ കയറുമ്പം ആൾക്കാർ മറ്റേ ലിസ്റ്റ് ഇട്ടില്ലേ, ലിസ്റ്റ് ഇട്ടിട്ട് എന്താ പറയുക കാലിന് വയ്യ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ വരൂലേ, പല സംഭാവനയൊക്കെ ചോദിച്ചിട്ട്. അതുപോലെ കയറിയതാ. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ട്. ഒന്നിക്കിടത്ത് ഇരിക്കുകയാവേ, അങ്ങനെ കയറിയതാ. വല്ലതും തരണേ സാറേ എന്നും പറഞ്ഞിട്ട് ഇവിടെ കയറിയിരുന്നു. ഗൈസ്, ബസ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 3 മണിക്കൂർ 25 മിനിറ്റ് എന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര ഉണ്ടായിരുന്നില്ല. 30 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂണിയനിൽ നിന്ന് നേരെ ബസ് കയറി എന്താ ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങി. അപ്പോൾ മെട്രോ പോണതിനേക്കാൾ നല്ലത് ബസ് തന്നെ കേട്ടോ ഗൈസ്. ഫ്രം യൂണിയൻ 103 അതായിരുന്നു ബസ്സിൻ്റെ നമ്പർ. 12 ദിറംസ് എങ്ങാനോ കട്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇൻഫർമേഷൻ ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. ഇതിപ്പോൾ എവിടെ പോകും എന്നറിയില്ല, എല്ലായിടത്തും കാണുന്നുണ്ട്. 4 ഭാഗത്തും ഗ്ലോബൽ വില്ലേജാണ് കാണുന്നത്. ഗ്ലോബൽ വില്ലേജ് ലക്ഷ്യമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എടുക്കുന്നുണ്ട്. നേരെ പോയാൽ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ് ഗൈസ്. യെസ്,
ഗായ്സ് അങ്ങനെ ഞങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിന്റെ ടിക്കറ്റ് കിട്ടി. ഈ ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് നമുക്ക് ശരിക്കും ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് ശരിക്കും നമുക്ക് അറിയണ്ടേ. ബാഗൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു എൻട്രൻസ് ആയിരിക്കും. ആ എൻട്രൻസിലൂടെയാണ് നമുക്ക് കയറാൻ പറ്റുക. കാരണം ബാഗ് സ്കാൻ ചെയ്യണം. ഇതിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എഴുപത്തഞ്ച് രാജ്യങ്ങളോളം അവര് എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം ആദ്യം. നമ്മുടെ ബോയ്സ് ബ്ലറല്ലടാ, അത് സിനിമാറ്റിക് ഓരോ ആൾക്കാരായിട്ട് സൂം ചെയ്യുന്നു. അവിടെ എല്ലാവരും എടുക്കും. അല്ല നമ്മുടെ പിള്ളേരെന്ത് ആരെയും കാണുന്നില്ലല്ലോ. ഇതെന്താണ് സംഭവം? ഇത് പൊട്ട ഹായ് ഒന്നും കേൾക്കില്ല. അത് അവരെങ്ങോട്ടാ പോയെന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിച്ചു വരാം. പക്ഷെ ഇതിനകത്ത് അതൊക്കെ മതി. ഓക്കെ, നൈസ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് കുവൈത്ത് അല്ലേ, ബഹ്റൈൻ, ഈജിപ്ത്, ഫുൾ അറബിക് കൺട്രീസ് ആണ് ഈ ഒരു സൈഡിൽ വരുന്നത് തോന്നുന്നു. അപ്പൊ ഇവരൊക്കെ എവിടെ പോയി? തുർക്കിന്റെ അടുത്ത് പാകിസ്ഥാൻ മാപ്പിൽ വരെ ഇല്ല ഇങ്ങനെ. ആ എടാ ജുബി, നമ്മുടെ ഫോട്ടോ എടുക്കണ എന്നിട്ട് അവന്മാരൊക്കെ എന്ത് എനിക്കറിയില്ലടാ. നമ്മള് തിരിച്ചെത്തുമ്പോഴേക്ക് തൊണ്ടയുണ്ടാവും. ഇന്ത്യ കാണാൻ പറ്റുന്നുണ്ട്. ഇറാനും സൗദി അറേബ്യയും നടുവിലായിട്ട് ഇന്ത്യനെ കാണാൻ പറ്റും. അപ്പം ഇന്ത്യൻ്റെ കൂടെ ഒന്ന് കാണാൻ പറ്റും. ഇതിനുള്ളിലേക്ക് ഇപ്പം നമുക്ക് എൻട്രൻസ് ചെയ്യുമ്പോൾ നമുക്ക് തുർക്കിഷ് നാഷണാലിറ്റിൻ്റെ സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പം പുറത്ത് വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, നമുക്കറിയില്ലല്ലോ എന്തായതാന്നൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ കല്ലുമ്മക്കായി മറ്റേ നാരങ്ങയിൽ തോച്ചിട്ടുള്ള സംഭവമാണ് ഇവിടെ മെയിനായിട്ട് അവരെ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നത്. എപ്പോഴും തുർക്കിയിലേക്ക് പാക്കേജ് വരുമ്പോൾ പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ തുർക്കിനെ തൊട്ടറിഞ്ഞ് ഞാൻ പോവുകയാണ് മക്കളെ തുർക്കി കാണാൻ. കാരണം എൻ്റെ ബാക്കിൽ കാണുന്നത് തുർക്കിയാണ്. ഇനി അടുത്ത് തുർക്കി പോകും. പക്ഷെ ഞാൻ അറബിക് കൺട്രീസൊക്കെ ഒന്ന് ഫുള്ള് കാണട്ടെ. നമ്മളെ സൗദി അറേബ്യ, മൊറോക്കോ, അങ്ങനെ ഒരുപാട് കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ തുർക്കി പോകും.
ഈജിപ്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈജിപ്ത്. ഈജിപ്തിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നോക്കാം. إيران صح؟ صح. يلا بقى تعالى. هذه قاعدة تفرفشه. കരുവുണ്ട് നോമ്പറിന്. ഇനി പറ. ഹായ്. Hi bro. ഈജിപ്തിലെ പുരാതന ആൾക്കാരാണ്. പിരമിഡിന്റെ നമ്മൾ മറ്റേ മമ്മി മൂവി കാണുമ്പോൾ കാണുന്ന സംഭവം. മമ്മി മൂവി കാണുമ്പോൾ നമ്മൾ കാണുന്നത് തേളിന്റെ അതിന് പൊട്ടിയിട്ടാണ് അല്ല അതിന് മുകളിൽ പിരമിഡ്. ഗൈസ് അങ്ങനെ നമ്മൾ ഈജിപ്തിലും പോയി വന്നു. കാണണ്ടോ? അടിക്കട്ടെ. ഭ്രാന്താന്ന് പറയുന്നത്. അങ്ങോട്ട് നോവാ. പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചം മണവാട്ടി പെണ്ണാണ്. പെണ്ണെവിടെ? الإذاعة والتلفزيون. ഇവരെപ്പോ ഈജിപ്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും എന്നാ തോന്നുന്നത്. കാട്ടിക്കൂട്ടൽ അതാണ്. അതെ, ഫ്രീ ആയിട്ട് ചായ കിട്ടും എന്നറിഞ്ഞപ്പോൾ അതിന്റെ മുന്നിൽ കുത്തിയിരിക്കുകയാണ് മിസ്റ്റർ ശ്രീകാന്ത്. ചിലപ്പോൾ കിട്ടിയാലോ? അതെ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്താ എനിക്ക് കിട്ടിയാലും അത് അവർക്ക് ടേസ്റ്റ് നോക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഈജിപ്തിൽ നിന്ന് ഒരു കാലെടുത്ത് വെച്ച് നമ്മൾ നേരെ മൊറോക്കോയിൽ എത്തിയിരിക്കുന്നു. മൊറോക്ക. ഗൈസ്, അപ്പൊ നമുക്ക് മൊറോക്കോയിൽ കൂടെ ഒന്ന് കയറി തരാം. കമോൺ ഗൈസ്, കമോൺ മൊറോക്കോ. ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്ത് അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ രാജ്യത്തിന്റെ തനതായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നടന്നോ? നീ പറഞ്ഞോ.
ഗായ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നടക്കുന്നതിൽ ഒരാളെ കാണാനില്ലാന്ന്. ഫൈനലി കണ്ടുമുട്ടി. മൊറോക്കയിൽ നിന്നാണ് നമ്മൾ കണ്ടത്. ഹായ് മൊറോക്കോ. മൊറോക്കയിൽ നിന്ന് ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നിൽക്കുന്ന നമ്മളെ ദുബായത്തെ പോലെയല്ല മൊറോക്കോ. അതെ, കാലാവസ്ഥ വ്യത്യാസമുണ്ട്, മൊറോക്കോ വസ്ത്ര രീതി വ്യത്യാസമുണ്ട്, അതെ, ഭക്ഷണങ്ങള് ഇവിടുത്തെ മരുന്നുകളും ഒക്കെ ഒരു നല്ല ഒരു ഇതാണ്. ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടെ കൂടിയാലോ എന്ന് ആലോചിക്കണം. മൊറോക്കോയിലല്ലേ? മൊറോക്കോന്റെ ഡ്രസ്സിങ്, മൊറോക്കോന്റെ കൾച്ചറൊക്കെ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ മൊറോക്കോയിൽ എത്തിയപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതെ മൊറോക്കോയുടെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറച്ച് ഇന്ത്യക്കാരെ ഞാൻ കണ്ടുമുട്ടി. യെസ്, എൻ്റെ പെർഫ്യൂമാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഒറ്റ പെർഫ്യൂം മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ പെർഫ്യൂമും സ്മെല്ല് ചെയ്യാൻ പറ്റും, തലവേദന വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. അറബിക് സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ഇനി പറ. എന്തോ സംഭവം ഓരോ നാട്ടിലെന്തോ ആയുർവേദിക് സംഭവമാണിത്. എന്നെയാണോ സംഭവം എന്തോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ എന്തോ ഒരു സംഭവം അറിയില്ല. എന്തോ ഫുഡ് കഴിക്കുന്നതാണ്, ഫുഡിൻ്റെ എന്തോ തോന്നുന്നുണ്ട്. നമുക്ക് ഈ അമ്മിക്കല്ല് പോലത്തെ സംഭവത്തിൽ അരക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പഴയ ഒരു കാലത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന സാധനമാണ്. ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിന് മുകളിലൂടെ ഇട്ടിട്ട് ആൽമണ്ടാണ് തോന്നുന്നുണ്ട് അരക്കുന്നത്. എന്തോ ക്രീം, അവരെന്തോ സംഭവമാണ്. സൗദിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഇറാഖൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കാര്യം. സൗദി അറേബ്യത്തെ ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പർദ്ദ, പെർഫ്യൂം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ശരിക്കും അപ്പം എനിക്ക് ഇന്ത്യ നോക്കി കാണാനാട്ടോ ശരി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി പറ. സൗദി അറേബ്യയിൽ നമ്മൾ വരുമ്പോഴും നമുക്ക് ഡേറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വെറൈറ്റി സൗദി അറേബ്യയിലാണെങ്കിൽ പോലും മലയാളികളും ഇവിടെ ഷോപ്പ് ഇട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇവിടെ നിന്ന് സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അവരെന്തോ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് സൗദി അറേബ്യൻ്റെ. ഈ ആർച്ചൊക്കെ ഏകദേശം മേഡ് ചെയ്തത് സൗദി അറേബ്യൻ്റെ അതേ ലെവലിലാണ് ആയിരിക്കും. കാരണം ഞാൻ സൗദി പോയിട്ടില്ല. അപ്പോൾ ഏകദേശം സൗദി അറേബ്യൻ്റെ ആ ഒരു ആർക്കിടെക്ചർ ആയിരിക്കും ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പല സാധനങ്ങളും ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഫസ്റ്റായിട്ടാണ് പല സാധനങ്ങളും കാണുന്നത്. അതാണ് നമ്മൾ ഓരോ രാജ്യം വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കാണാത്ത സാധനങ്ങളൊക്കെ കണ്ടില്ലേ കാര്യം. കണ്ടു. എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഫുഡ് പോയിക്കാന്നുണ്ടെങ്കിലും നോക്കുന്നത്. മറ്റൊന്ന് വെച്ചാൽ നല്ല റേറ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇതിനകത്ത് കുറേ മതത്തിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ തോന്നുന്നത് വെച്ചാൽ നമ്മൾ പോയ ബാക്കിയുള്ള രണ്ട് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴും അവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ വസ്ത്രരീതി ഏകദേശം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ഫൈനലി നമുക്ക് കണ്ടുപിട്ടിരിക്കുന്നു. എവിടെയായിരുന്നു നിങ്ങള്? ഞാൻ നേരെ ഖത്തറിൽ നിന്ന് നേരെ സൗദിയിലോട്ട് പോയി. ഓ, പറഞ്ഞ കേട്ടൊന്ന് ഫ്ലൈറ്റ് പിടിച്ചു പോയത്. ഹായ്. പോകാൻ പോണത് ഇന്ത്യയിലേക്കാണ്. ഇത്രയും സ്ഥലങ്ങൾ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ രാജ്യം എന്നുള്ളതിൽ നമ്മളെ മനസ്സിലൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ എന്തായിരിക്കും അവിടെ ഷോ ചെയ്യുന്നത്. ശരിക്കും ഇന്ത്യയിൽ നമ്മളൊന്ന് കയറി അല്ലേ, നമ്മുടെ രാജ്യമല്ലേ, നമുക്ക് എന്തും ചെയ്യാലോ. നമ്മുടെ രാജ്യത്ത് പോണ്ട നടന്നു കണ്ടോ, അറബിയിൽ എഴുതി വെച്ച് കണ്ടോ അൽ ഹിന്ദ് എന്ന്. അപ്പം നമ്മൾ ഇന്ത്യ ദില്ലി ധാബൊക്കെ നമ്മളെ സ്ട്രീറ്റ് ഫുഡ് ദില്ലിൻ്റെ ഒക്കെ കേട്ടോ. നമ്മളെ കേരളത്തിന് ഫുഡ് ഉണ്ടാവും ഇവിടെ അറിയില്ല, നമുക്ക് നോക്കാം. ബോളിവുഡ് ആയിരിക്കും മോനെ, അപ്പൊ ഫുള്ളി ഇന്ത്യ ആയിരിക്കും കേട്ടോ. ഇന്ത്യൻ്റെ ആ ഒരു ഇന്ത്യൻ്റെ പതാകൻ്റെ മോഡലാണ് നമുക്ക് ഉള്ളിലേക്ക് എന്തായാലും വേണം. ശരിക്കും വേറെ എവിടെ കണ്ടമാരല്ല കേട്ടോ. ഇന്ത്യ നമ്മൾ ഇന്ത്യൻ്റെ പവൻസിലെത്തിയപ്പോൾ എനിക്ക് ഇന്ത്യനെ കാണാൻ ശരിക്കും നല്ല ആഗ്രഹം. അവിടെ എന്താ ഷോ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. ഹായ് ബ്രോ. ഇന്ത്യൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മളെ രാജ്യത്തിൻ്റെ ആ ഒരു അല്ലേ
നമ്മൾ പല പഞ്ചാബ് സൈഡിലേക്ക് പോയി കാണുക കാണുന്ന ക്യാപ്പൊക്കെ വെച്ചിട്ട്. സലാം ഭായ്. എടാ പിള്ളേരെന്താ ഇന്ത്യയിലെത്തിയപ്പം ഡ്രസ്സിലൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഡ്രസ്സിലൊക്കെ ചെറിയ ഒരു അറബിക് സ്റ്റൈലിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ ട്രഡീഷണൽ ചപ്പൽ ലേഡീസിൻ്റെ ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ ഇന്ത്യക്കാരൻ കേട്ടോ മെയിനായിട്ടുള്ളത്. അൽ കരീം ചാർജ് പക്ഷെ ആർട്ടിഫിഷ്യലാണ്. നമ്മളെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ കുറച്ചും കൂടെ കളർ കണ്ടോ, അതൊക്കെ നമ്മളെ നാട്ടിലെ ലേഡീസ് ഇടുന്ന ഇന്ത്യൻ്റെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ആ ഇന്ത്യൻ്റെ ആ ഒരു പ്രൗഢി മനസ്സിലാക്കാൻ പറ്റും. നടന്നോ അത് ഏതിതാ നല്ല രസമല്ലേ ഇനി ബാക്കിയും കൂടി പറ. ദില്ലിയിലൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ദില്ലി തിരുവാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. കണ്ടോ നമ്മളാ ഇറങ്ങണോ? ഒരു റൗണ്ടും കൂടി അടിക്കണ്ട. ഇങ്ങനെ പോകാണ്ടല്ലോ. ഇത് ബാക്ക് സൈഡാണോ? അപ്പുറത്തു നിന്നാണ് ഇറങ്ങുന്നത്. എനിക്കറിയില്ല. ഏതായാലും ചോദിച്ചപ്പുറത്തുള്ള ഇനി പറ. ചോളി ഇന്ത്യൻ തെരുവിലൂടെ ഞാൻ അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലം മുന്നിൽ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറേ ഹിറ്റായിട്ടുള്ള സംഭവമാണ്. കർണാടക. നമസ്കാരം. അവിടെ ഇതാണ് സംഭവം. ഇവിടെ ആദിവാസിന്റെ ഹെയർ ഓയിൽ ഇല്ലേ, മൈസൂർ ഡിസ്ട്രിക്ട്.
बैलगाड़ी और साइकिल से शुरू हुआ। जहाँ डाल डाल पर सोने की चिड़िया करती है बसेरा, वो भारत देश है मेरा, वो भारत देश है मेरा। നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കുറെ വേസ്റ്റ് ആക്കാൻ സമയം. ശരിക്കും ഇതിൽ നമ്മൾ ആ സ്റ്റേജ് പെർഫോമൻസ് നമ്മൾ അല്ലേ ഇരുത്തി കളഞ്ഞു കുറെ നേരത്തിൽ. ശരിക്കും നമ്മൾ വേറെ രാജ്യത്ത് വന്നിട്ട് നമ്മൾ ഇന്ത്യ എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വേസ്റ്റ് ആയിട്ടൊന്നുമില്ല സമയം, ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ഞാൻ ഇറാനിലും കയറിയിട്ടുണ്ട് ഗൈസ്. ഇറാനിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് പറഞ്ഞില്ല. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നു. ഇറാന്റെ ഫുഡ്, അതുപോലെ തന്നെ ഇറാന്റെ ഓരോ പ്രൗഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ ഷെയ്ക്കിനെ വെച്ചിട്ട്. ഓ ഇത് കൊള്ളാം, എനിക്ക് ഇടുക. അതിൽ ആൾക്കാർ കയറി ഉണ്ടാവൂലേ? പോടാ, അതിനകത്ത് ആരെങ്കിലും കേറുവോ? ആൾക്കാർ കയറുന്നല്ലേ അത്? അല്ലല്ലേ ആൾക്കാർ എവിടെ എവിടാ? അതിന് ആൾക്കാരല്ല, അത് വെറുതെ കറങ്ങുന്ന. പോടാ, പേടിപ്പിക്കല്ലേ. ഞങ്ങള് ഇതെടുക്ക. ഒരുപാട് അവരുടേതായിട്ടുള്ള ഓരോ സംഭവങ്ങൾ അവരും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ, നമ്മളടുത്ത് അധികം സമയമില്ലാത്തത് ഓരോടി കാണുന്നത്. അടുത്തത് ഇറാന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മൾ ചൈനയാണ്. അപ്പോൾ നമ്മൾ ഈ ചൈനയിലേക്കും പോകും. പക്ഷെ അതിൻ്റെ അടുത്ത് ഇനി ഇവിടെ ഒരു ഫുഡിന്റെ ഒരു സ്പോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗെയിംസ് ഉണ്ട്. കവർ ചെയ്യണം ഗൈസ്, നമ്മുടെ അടുത്ത് സമയമില്ല. നമ്മൾ അല്ലേ പോയി നമ്മൾ കുറേ കുറെ ആൾക്കാരായിട്ട് വന്നാലെന്താണെന്നറിയോ, ഇതുപോലെ ആൾക്കാരെ സ്ട്രിക്റ്റ് ആയി പോകും. എവിടെയാണ് കാണും, ഇപ്പൊ അവരെ തിരഞ്ഞെടുക്കണം. എവിടെ അവര് ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ ഓരോരുത്തർ തായ്ലാൻഡിൽ ഓരോരുത്തർ ഒമാനിൽ ചൈനയിലൊക്കെയാണ് കിടക്കുന്നത്. എന്താ ചെയ്യാം, ഞാൻ ശരത്തിനെ വിളിച്ച് പോകാൻ പറഞ്ഞു ആ തായ്ലൻഡിലാണ്, ശ്യാമിനെ വിളിച്ചപ്പോൾ ശ്യാം പറഞ്ഞോട് ജപ്പാനിലാണ്. എന്താ ചെയ്യുക, ഫ്രണ്ട്സുകളൊക്കെ ഓരോരോ കൺട്രിയിൽ കയറിപ്പോയി. വാ, ഞാൻ മാത്രമേ ഞാൻ നിന്നോട് എന്ത് പറഞ്ഞു നേരത്തെ? ശരി, നീ എന്നോട് പറഞ്ഞ അല്ല നോക്ക്, അതിന് മനുഷ്യന്മാരെ കയറി ഇരുന്നിട്ട് അങ്ങനെ ആടി ഉണ്ടായിരുന്നേ. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആൾക്കാർ കയറിയിട്ട് അമ്മോ എങ്ങനെടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ ആടി അമ്മോ അമ്മോ. എനിക്ക് വേറെ എന്തൊക്കെ പറയാൻ ഒന്നും പറയുന്നില്ല. അയ്യോ മോനെ, ഇതിൽ കയറാൻ എത്ര എനിക്ക് കയറണം? 55 ഞാൻ അതിന് കയറിക്കാന്നില്ല.
use of these devices will force the attraction to stop and will result in a significant delay. إن استخدام الهواتف المحمولة أو أجهزة تسجيل الفيديو على هذه اللعبة ممنوع من الآن. إن استخدام الهواتف يشمل اللعبة على الوجه يؤدي إلى تأخير كبير. ചിന്തിക്കാൻ പോലും വയ്യ. അവിടെ കയറി കപ്പിൾസൊക്കെ ഫുൾ ആക്സസ് കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ 55 dirhams പേ ചെയ്താൽ നമുക്ക് എല്ലാ ഗെയിംസും എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ. വെറും 55 dirhams ലാഭമാണ് തോന്നുന്നുണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ലാഭമാണ്. പക്ഷെ നമ്മുടെ ബോയ്സ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താന്നത്? എന്താണ് കാറ്റ് കൊട്ട. കാറ്റ് കൊട്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല, കാറ്റ് കൊട്ട ചെറുതിലൊക്കെ കേട്ടതാണ്. അല്ല യന്ത്രഊഞ്ഞാൽ എന്ന് പറയും. യന്ത്രയൂഞ്ഞാലും ഓക്കെ. എടാ ഇതിക്ക് നോക്കിയാൽ ഇത് ടിക്കറ്റിൽ ആൾക്കാരോട് തെറിച്ചാൽ പോകും അല്ലേ? ലോക്ക് ചെയ്തിട്ട് മോനെ ഓക്കെ. കുറച്ച് ആൾക്കാർ മുകളിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടോ? സത്യം ഇത് മുകളിൽ പോകുമ്പോൾ ആൾക്കാർ താഴ്ത്തു വരും. അങ്ങനെ അങ്ങനെ ഒരു ഘട്ടഘട്ടമാക്കിയിട്ട് ഇത് പിന്നെയും കുഴപ്പമില്ല. അതെടുക്കണം. ഇനി പറഞ്ഞ ശരി, നമ്മൾ എന്ത് ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും സമയമല്ല. ഒരു പ്രാവശ്യം നമ്മൾ വന്നിട്ട് ഏറി വന്ന് 75 dirhams അല്ലേ പോകുള്ളൂ. നമുക്ക് എല്ലാം സ്പെൻഡ് ചെയ്യണം കേട്ടോ ഒരു ദിവസം. ഡെഫിനറ്റ്ലി. അടുത്തെന്താണ്? ഫോട്ടോ ഉണ്ട്. ആ ഞാൻ ഇവിടെ നിൽക്കാം. നീ താഴെ നിന്ന് എടുക്കണം ഫോട്ടോ. ഇതിലെടുക്കണം. ഗായ്സ്, അങ്ങനെ ഞങ്ങള് ഏകദേശം ഞങ്ങളെല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരും വിളിച്ച് ഇപ്പൊ എക്സിറ്റ് ആവാണ്. കാരണം മാനു അതെ അപ്പം അതെ ഞങ്ങള് മാനു നാട്ടിൽ പോവാണ്. എവിടെ മാനു? മാനുടെ മാനു നാട്ടിൽ പോവാണ്. മാനു നാട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മള് പെട്ടെന്ന് ഓടുകയാണ്. ഇനി റൂമിലോട്ട് മെട്രോ കയറണം, ബസ് കയറണം ഒക്കെ പാടായിട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. താങ്ക് യു സോ മച്ച്. ബൈ.